കീഴാളരെ അടിയാളരെ പോരുക പോരിന്നായി. കീഴാളരെ അടിയാളരെ പോരുക പോരിന്നായി. ജനകേരളം നവകേരളം പണിയുക നാം ഒന്നായി. കേരളത്തിൽ ഇനി വരുന്ന നാളുകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു സമരം ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള സമരമായിരിക്കും. ഇവിടെ ഐക്യകേരളം രൂപപ്പെട്ട ശേഷം നേരത്തെ രാജ ഭരണകാലത്തും കൊളോണിയൽ ഭരണകാലത്തുമൊക്കെ ഉള്ളതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭൂപരിഷ്കരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഭൂപരിഷ്കരണത്തിന് വലിയ അപാകത, ആ ഭൂപരിഷ്കരണത്തെ അട്ടിമറിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണം പിന്നീടുണ്ടായി എന്നുള്ളതാണ്. ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൂമി എന്തിന് വേണ്ടി എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഭൂമി എന്ന് പറയുന്നത്. SDPI മുന്നോട്ട് വെക്കുന്ന ഭൂസമരത്തിന് അതൊരു കേവലമായ മണ്ണിന് വേണ്ടിയുള്ള ഒരു സമരമല്ല. മൊത്തം ഭൂമിയെ സ്പർശിക്കുന്ന എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് SDPIയുടെ ഭൂസമരം. അപ്പോൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് വരാൻ പ്രധാനമായ ഒരു കാരണം ദീർഘനാളുകളായിട്ട് മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകൾ രാജ്യത്തെ അടിസ്ഥാന ജനങ്ങളുടെ ഭൂരഹിതരായ സമൂഹങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. കുത്തകകൾക്ക് ഭൂമി പതിച്ചു കൊടുക്കുകയും പാട്ടത്തിന് കൊടുക്കുകയും ആ കുത്തകകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ഒത്താശ പറയുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ തോട്ടം മേഖലകൾ, വനമേഖലകൾ ഒക്കെ തന്നെ ഈ അർത്ഥത്തിൽ ആദിവാസികൾക്കും ഭൂരഹിതരുമായിട്ടുള്ള ആളുകൾക്ക് നൽകേണ്ട ന്യായമായ ഒരു ഡിമാൻഡ് ഇവിടെ ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോൾ CPM പോലുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരവും യഥാർത്ഥത്തിൽ ഭൂസമരം എന്നതിന് പേര് പറയാൻ പറ്റില്ല. അതൊരു തരം പാർപ്പിട സമരമാണ്. ഇതിനൊരു കാരണം UDF സർക്കാർ കേരളത്തിലെ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക്, ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് 3 സെൻറ്റ് വീതം ഭൂമി കൊടുത്തുകൊണ്ട് അവിടെ വീടുണ്ടാക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോവുകയാണ്. ഇതിനു വേണ്ടി ഏതാണ്ട് 2,23,000-ഓളം അപേക്ഷകൾ സ്വീകരിക്കുകയും അതിന് ഔദ്യോഗിക കണക്കായി അംഗീകരിച്ചുകൊണ്ട് ഭൂരഹിതരെ അതിലൊതുക്കി നിർത്തി നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ആളുകളിൽ ഈ 3 സെൻറ്റ് ഭൂമി കൊടുക്കാൻ ഉള്ള തീരുമാനമുണ്ടാവുകയും അതിൻ്റെ ആദ്യ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഭൂമി UDF കൊടുക്കുന്ന ഭൂമി LDF കൂടി സമരം ചെയ്തിട്ടാണ് കിട്ടിയത് എന്നുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് ഒന്നാമതായി CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ ഭൂരഹിതരുടെ പ്രശ്നമെന്ന് പറയുന്നത് അത് പാർപ്പിടത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെയുള്ള ഭൂമിയുണ്ട്. നിലവിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി ജനങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായ താമസത്തിനും കൃഷിക്കും അവരുടെ ജീവിതയോധനം കണ്ടെത്തുന്നതിനും വേണ്ടി ആവശ്യമായ ഭൂമി ഇന്ന് കേരളത്തിലുണ്ട്. ആ ഭൂമി ഈ രീതിയിൽ 3 സെൻറ്റിലേക്ക് മാത്രം ഒതുക്കി ഏതാനും എണ്ണപ്പെട്ട ആളുകൾക്ക് വില്ലേജ് ഓഫീസുകളിലൂടെ അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുള്ള ഏതാണ്ട് 2,23,000-ഓളം ആളുകൾക്ക് വേണ്ടി മാത്രമായി ഒതുക്കി വെക്കുമ്പോൾ ഒരുപാട് ഭൂമി ബാക്കി നിൽക്കും. ഭൂപരിഷ്കരണം നടപ്പാക്കുകയും ആ ഭൂപരിഷ്കരണത്തെ അട്ടിമറിക്കുകയും ചെയ്തിട്ടുള്ള CPM ആണ്. ഇപ്പോൾ CPM ഈ ഭൂസമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് 2006 വനാവകാശ നിയമം അനുസരിച്ച്
ആദിവാസികൾക്ക് 10 ഏക്കർ ഭൂമി കൊടുക്കണമെന്നാണ്. CPM ഡിമാൻഡ് ചെയ്യുന്ന എന്താ? 1 ഏക്കർ ഭൂമി മതി എന്നാണ്. 1 ഏക്കർ ഭൂമി മതി എന്നാണ് CPM മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ്. രണ്ടാമത്തത്, ഇഷ്ടദാന ബില്ലിലൂടെ അന്ന് ഈ ഭൂപരിഷ്കരണം വരുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അടക്കം ഇങ്ങനെ ഭൂപരിഷ്കരണം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ആവശ്യമാതൊക്കെ ചെയ്തു വെച്ചോളൂ എന്ന് പറഞ്ഞ് ഇവരെ വിവരങ്ങൾ നൽകി എന്നുള്ള വിവാദങ്ങൾ ഒരു കാലത്ത് നിലനിന്നിരുന്നു. പുതിയ ഭൂപരിഷ്കരണം അനുസരിച്ച് 15 ഏക്കറിലധികം ഭൂമി, ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് 15 ഏക്കറിലധികം ഭൂമി ഉണ്ടാകാൻ പാടില്ല. ഇവരെന്ത് ചെയ്തു? ഭൂപരിഷ്കരണത്തെ അട്ടിമറിക്കുന്നതിന് ഇഷ്ടദാന ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ബന്ധുക്കൾക്കൊക്കെ ഇഷ്ടദാന ബില്ലിലൂടെ ബന്ധുക്കൾക്കൊക്കെ എഴുതി വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇത് CPM ഇത് പറയാം. രണ്ടാമത്തെ ഭാഗം CPMൻ്റെ തട്ടിപ്പാണെന്ന് പറയാൻ കാരണം, ഈ ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം ആദ്യത്തെ മന്ത്രിസഭ വരുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. പിന്നീട് ഏറ്റവും അവസാനത്തിൽ 2011 ഇറങ്ങിപ്പോയതും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. കേരളത്തിലെ ഭൂപ്രശ്നം എന്ന് പറയുന്നത് 2011 മെയ് മാസത്തിൽ UDF സർക്കാരത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള വിഷയമല്ല. മറ്റൊന്നുള്ളത്, കേരളത്തിൽ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി മുഴുവനും ഇന്നും എന്താണ് അതിൻ്റെ പൊസിഷൻ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമായ രേഖ അനുസരിച്ച് മാത്രം 123 കോടി രൂപയാണ് പാട്ടക്കുടിശ്ശികയായിട്ട് നിൽക്കുന്നത്. അത് കൊടുക്കാനുള്ളത് ഇവിടുത്തെ സാധാരണക്കാരനല്ല, സർക്കാരിനെ മിരട്ടി നിർത്തിക്കൊണ്ട് സാമുദായിക സന്തുലിതത്വത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യൻ നായർ ലോബിയുടെ കയ്യിലായി ഭൂമി പലതും കിടക്കുന്നത്. അവരാണ് കുടിശ്ശിക കൊടുക്കാനുള്ളത്, പാട്ടക്കുടിശ്ശിക കൊടുക്കാനുള്ളത്. അതിലേറ്റവും കൂടുതൽ സംഖ്യ നൽകാനുള്ളത് ഇത്തരക്കാരാണ്. അപ്പോൾ ഈ 123 കോടി മാത്രമല്ല, സർക്കാരിൻ്റെ ലാൻഡ് ബാങ്ക് റെക്കോർഡ് അനുസരിച്ച് 123 കോടി എന്ന് അതിൽ രേഖപ്പെടുത്തപ്പെട്ടതാണെങ്കിലും മറ്റു പലതിലും ബാക്കി നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ഭൂമി പാട്ടക്കുടിശ്ശികയുണ്ട്. കേരളത്തിൽ ഇന്ന് നമ്മുടെ സർക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ ഏറ്റവും ഈ പാട്ടക്കുടിശ്ശിക മാത്രം പിരിച്ചെടുത്താൽ മതി, 121 കോടി രൂപ എന്നുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് കൂട്ടരും സംരക്ഷിക്കുന്നത് ഇവിടുത്തെ ഭൂമാഫിയകളുടെ താല്പര്യമാണ്, കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്, സമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യമാണ്. അതോടൊപ്പം ഭൂമിയെ പൂർണ്ണമായ അർത്ഥത്തിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പാരിസ്ഥിതിക സന്തുലനം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നവംബർ മാസത്തിൽ വരൾച്ചാ ബാധിത പ്രദേശമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയുണ്ടായത്? നമ്മുടെ നീർത്തടങ്ങൾ കംപ്ലീറ്റ് നശിപ്പിച്ചു, കാടുകൾ വെട്ടി നശിപ്പിച്ചു, പുഴകൾ തകർത്തു. ഇങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ സന്തുലിതാവസ്ഥ കംപ്ലീറ്റ് തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത് ഒരു പാർപ്പിട സമരം എന്നതിലേക്ക് ഒതുക്കി നിൽക്കാൻ എന്തായാലും SDPI ഉദ്ദേശിക്കുന്നില്ല. SDPI ഉദ്ദേശിക്കുന്നത് ഭൂസമരം ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് അവസാനിക്കുന്ന ഒരു സമരമായിരിക്കില്ല, അതൊരു ലോങ് ടേം ആയിരിക്കും അതിൻ്റെ. പക്ഷേ ഇതിലാദ്യമായി ഭൂമി ലഭിക്കേണ്ട സമൂഹങ്ങൾക്ക് ആ ഭൂമിയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടായി വരേണ്ടതുണ്ട്. SDPIയുടെ ഊന്നൽ ആവശ്യക്കാരനെ ആവശ്യം ബോധ്യപ്പെടുത്തി തെരുവിലിറക്കുക എന്നുള്ളതാണ്. അത് വളരെ ശ്രമകരമായൊരു സംഗതിയാണ്. ഈ രാജ്യത്തെ ദളിതുകളും ആദിവാസികളും അവർ തന്നെ നേരിട്ട് പറയുന്നത് ഞങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്, ഇപ്പം ഞങ്ങൾക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാണ് എന്ന് വെച്ചാൽ ഏത് ഭൂസമരത്തോടും അവരുടെ മറ്റുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉപകരണങ്ങളായി നിൽക്കാൻ വിധിക്കപ്പെട്ടിരുന്ന നാട്ടിലെ ദളിത് പിന്നോക്ക സമൂഹങ്ങൾ ഇപ്പോൾ
ഏത് സമരത്തെ അങ്ങനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ SDPI മുന്നോട്ട് വെക്കുന്ന സമരത്തെ ഒരു കൃത്യമായ ഒരു ദിശയിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം തന്നെ അവയർനെസ് ഉണ്ടാവണം. അതിനാണ് കേരളത്തിലെ 10-20ഓളം സമര സംഘടനകളുടെ ഒരു യോജിപ്പുണ്ടാക്കിയെടുക്കുകയും അതിലൂടെ ഈ സമൂഹങ്ങളുമായിട്ട് ഇറങ്ങി നിന്നുകൊണ്ട് പണിയെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. SDPI ഒരു സമരം പ്രഖ്യാപിച്ചപ്പോഴാണ് കേരളത്തിൽ ഭൂമി വിഷയം സജീവമായിട്ട് വരുന്നത്. സെപ്റ്റംബർ 27-ാം തീയതി പാലക്കാട് കോട്ടമൈതാനിയിൽ 2ാം ഭൂസമര പ്രഖ്യാപനം നടക്കുന്നതോടു കൂടി മാത്രമാണ് CPM ഒക്ടോബർ 6-ാം തീയതി സെപ്റ്റംബർ 28-ാം തീയതി CPM പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഭൂസമരവുമായിട്ട് രംഗത്ത് വരാൻ പോകുന്നു. പാലക്കാട് കോട്ടമൈതാനിയിൽ SDPIയുടെ സമരത്തിൽ നെല്ലിയാമ്പതിയിലെയും പ്ലാച്ചിമടയിലെയും അതുപോലെ തന്നെ അട്ടപ്പാടിയിലെയുള്ള ആദിവാസികൾ അവരുടെ ഊരുകളിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് SDPIയുടെ സമരത്തിൻ്റെ ഒപ്പം നിൽക്കാൻ അവർ സന്നദ്ധമായി. ഇത് CPM വളരെ കൃത്യമായി പഠിച്ചു. ഈ രീതിയിൽ ഒരു പുതിയ നവ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനം ഇടം നേടാൻ ശ്രമിച്ചാൽ അത് തങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളതുകൊണ്ട് ഭൂസമരത്തെ അട്ടിമറിക്കാനാണ് CPM ഭൂപരിഷ്കരണ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം കേരളത്തിൽ എന്താണ് ഭൂമിയുടെ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് സമഗ്രമായ ഒരു ഭൂരേഖ, അത് ഭൂമിയുടെ ജാതിയുണ്ട്, ഭൂമിയുടെ മതമുണ്ട്, ഭൂമിയുടെ രാഷ്ട്രീയമുണ്ട്, ഇതിനെ കൃത്യമായി പഠിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സമഗ്രമായ ഭൂരേഖ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മറ്റൊന്നുള്ളത് ഗ്രാസ് റൂട്ടിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ളത്. മൂന്നാമത്തെ ഘട്ടം താലൂക്ക് ഓഫീസുകളിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ തന്നെയുള്ള മാർച്ചുകളും അതിനുശേഷം കേരളത്തിലെ പാട്ടഭൂമി ഉൾപ്പെടെയുള്ള ഭൂമികളിലേക്ക് കയ്യേറ്റം നടത്തിക്കൊണ്ട് അവിടെ കുടിയിരുത്തിക്കാനുള്ള, അപ്പോഴേക്ക് സ്വാഭാവികമായിട്ടും ആവശ്യക്കാർ ഈ സമരത്തോടൊപ്പം ചേരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ ആവശ്യക്കാരെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സമരത്തിനാണ് SDPI മുൻതൂക്കം നൽകുന്നത്. CPM നടത്തുന്ന സമരഭൂമികളെ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പല സമരഭൂമികളും CPM വിട്ടിട്ടുണ്ട്. കയ്യേറേണ്ട പല ഭൂമികളും വിട്ടിട്ടാണ് പല സമരഭൂമികളിലും പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിനേറെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് മൂന്നാർ ഓപ്പറേഷൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിന് ഉത്തരം പറയാതെ, മറുപടി പറയാതെ CPMന് എങ്ങനെയാണ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ധാർമ്മികമായ ബാധ്യതയുള്ളത്? മൂന്നാറിലെ കയ്യേറ്റം, ആ കയ്യേറ്റം ഇന്നും ഒഴിപ്പിക്കാൻ കഴിയുന്നില്ല. ആരുടെ കയ്യിലാണ്? ടാറ്റയുടെ കയ്യിലാണ്. ഹാരിസൺ മലയാളത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ആരുടെ കയ്യിലാണ്? യോഹന്നാൻ്റെ ഭൂമിയിലേക്ക്, ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ആരുടെ കയ്യിലാണ്? അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ. CPM മുന്നോട്ട് വെക്കുന്ന സമരത്തെ അത് ചെറുതാക്കി കാണുന്നില്ല. പക്ഷേ അതിലുള്ള ആത്മാർത്ഥതയെ, അതിലുള്ള സത്യസന്ധതയെ ജനം സംശയിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്.